ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ലഗോൺ ചിക്കൻ 1 കിലോ വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. അതിൻ്റെ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഉപ്പുപൊടി, ഇത്രയും കാര്യങ്ങളിട്ട് നല്ല രീതിയിൽ അത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ നമ്മളെ ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോയിട്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റും കളറും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുട്ട, അതേപോലെ തന്നെ കക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു 6-7 വിസിലടിക്കാനുള്ളത് കൊണ്ട് അതൊക്കെ കലങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കും. ഞാനിതിവിടെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അതിലേക്ക്, അതായത് ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വലിയ ഉള്ളി, അതേപോലെ കൂടുതലായിട്ട് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഒരു 2 വലിയ തക്കാളി, ഒരു 2 പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഈ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനെടുത്ത പാത്രമില്ലേ, അതിൽ കുറച്ച് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ചൂടാക്കിയത്. അതിലേക്ക് കുറച്ചുകൂടി ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ച് കല്ലുപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് പാകത്തിനുള്ള വെള്ളം വെക്കട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ചിക്കനിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം നല്ലോണം ലോ ആക്കി വെച്ചിട്ടൊരു 3 വിസിലൂടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലെയിം ഒരു 5-10 മിനിറ്റ് വരെ നമ്മുടെ വിസിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തുറന്നതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും, അതേപോലെ ഈ നേരത്തെ എടുത്ത് വെച്ച എഗ്ഗ്, കക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വിസിലൂടി വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ അടുത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അതിനുശേഷം ഞാനിത് നേരത്തെ കുഴച്ച് വെച്ച വട്ടപാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യം കുക്കറിനെക്കാട്ടും അതായതുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് മാറ്റിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് കറി കുറുകണമെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം. ഓരോരുത്തരുടെ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു ഈസി ആയിട്ട് വെക്കുന്ന പരുവത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ എന്തായാലും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ സാധാരണ തേങ്ങയുടെ കൊത്തൊക്കെയാണ് ഇടാറ്. നമ്മൾ അങ്ങനെയും ചെയ്തിട്ടില്ല. കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത്. കടുകൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ഈ കറിയുടെ മുകളിലേക്ക് പറന്നു കൊടുക്കുക കേട്ടോ. പിന്നെ അടച്ച് വെച്ച് എപ്പോഴാണ് നമ്മൾ എടുക്കുന്ന കുറച്ച് സമയം അങ്ങനെ വെക്കുമ്പോഴാണ് ആ വറവുന്നൊരു ടേസ്റ്റ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.